ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വെൽക്കം ടു കുട്ടി ഗോസ്പൽ. എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഞങ്ങളുടെ ബർത്ത്ഡേ അല്ലല്ലോ എന്ന്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ബർത്ത്ഡേ ആണ്. ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ അല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ, ഒരു കൂട്ടായ്മയുടെ, വേറൊരു ഭാഷ പറഞ്ഞാൽ സഭയുടെ, ചേർച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. നമ്മുടെ സഭ ജനിച്ചിട്ട് അതിൻ്റെ വാർഷിക ദിനം നമ്മളിന്ന് ആഘോഷിക്കുകയാണ്. ആഫ്റ്റർ 2000 years, അതിലേ അധികം വർഷമായി നമ്മുടെ സഭ ഈ ഭൂമിയിലുണ്ടായിട്ട്. അപ്പോൾ സഭയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും പരസ്പരം ഹാപ്പി ബർത്ത്ഡേ പറയാം. ഇന്നത്തെ തിരുനാളിന് വേറൊരു പേരും കൂടിയുണ്ട്, പെന്തക്കോസ്ത സൺഡേ. പെന്തക്കോസ്ത സൺഡേ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് ലഭിച്ച ദിവസമാണ്. സഭ ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ട ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച ഈശോ സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞു. ആ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. ശിഷ്യന്മാരെല്ലാവരും ജെറുസലേമിൽ ഒരു സെക്യൂർ ഡൈനിങ് റൂമിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ ഭക്ഷണം കഴിക്കാനിരുന്നല്ല, ഡൈനിങ് റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തമായ കാറ്റ് വരുന്നു. തീനാവിൻ്റെ രൂപത്തിൽ ആത്മാവിനെ എല്ലാവരും സ്വീകരിക്കുകയാണ്. ആത്മാവിൻ്റെ ഒരു വിരുന്ന് കിട്ടിയ ദിനമാണ് പെന്തക്കോസ്ത ഞായർ എന്ന് പറയുക. ആത്മാവിൻ്റെ വിരുന്ന് കിട്ടിയത്. ഈ ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് ഡ്രാസ്റ്റിക് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. എന്താ അത്? ഇവർ ഈശോയുടെ മരണശേഷം പേടിച്ച് വാതിലടിച്ചിരുന്ന ആൾക്കാരാണേ. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വലിയ ധൈര്യത്തോടു കൂടി വാതിലൊക്കെ തുറന്ന് പട്ടണത്തിൻ്റെ നടുവിൽ വന്നിട്ട് പത്രോസ് പ്രസംഗിക്കുകയാണ്. ക്രൂസിഫൈഡ് ക്രൈസ്റ്റിനെ കുറിച്ച്, ക്രൈസ്റ്റിൻ്റെ റിസറക്ഷനെ കുറിച്ചൊക്കെ നല്ല ഉച്ചത്തിൽ ധൈര്യത്തോടുകൂടി പ്രസംഗിക്കുകയാണ്. ചുറ്റും ഇങ്ങനെ ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അവർ പറഞ്ഞു, ഇവർ പേടിച്ചോടിയ ആൾക്കാരല്ല, ഇവർക്ക് എന്നാ പറ്റി? അതുമാത്രമല്ല, ഇവർ സംസാരിക്കുകയാണ്. ഇവർ സംസാരിക്കുമ്പോൾ ഇവർ സാധാരണ മനുഷ്യരാണ്, മുക്കവരാണ്, ഫിഷർമാനാണ്, ഇവർക്ക് വലിയ ഭാഷയൊന്നും അറിയത്തില്ല. പക്ഷെ അവിടെ കൂടിയിരുന്ന പല നാട്ടിൽ നിന്ന് തിരുനാളിന് വന്നിച്ച ആൾക്കാർ, പല പല ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, അവരവരുടെ ഭാഷയിൽ ഇവരുടെ സംസാരം കേൾക്കുകയാണ്. ഭാഷാവരം കിട്ടുകയാണ് ശിഷ്യന്മാർക്ക് ധൈര്യം കിട്ടുന്നു, ഭാഷാവരം കിട്ടുന്നു, ഒരുപാട് ഗിഫ്റ്റ് കിട്ടുകയാണ്. അപ്പോൾ ആത്മാവിൻ്റെ വരവോടുകൂടി ശിഷ്യന്മാർ ടോട്ടലി ചേഞ്ചായി പോവാണ്. നമുക്കെല്ലാവർക്കും ആത്മാവുണ്ട്. 1 കൊറിന്ത്യൻസ് 6:19 ഇങ്ങനെ പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ദൈവദത്തമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ആ ബോഡി പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, ബട്ട് ഈസ് ഡോർമെൻറ്റ്, ഉറങ്ങിക്കിടക്കാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഉറങ്ങിക്കിടക്കാണ്, പലപ്പോഴും അത് ഉണർത്തുന്നില്ല. ആത്മാവിനെ സ്വീകരിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടതെന്നറിയാമോ? ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭയിൽ കൂദാശ എടുക്കുമ്പോൾ നമ്മൾ മാമുദീസയിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്, ദൈവത്തെ സ്വീകരിക്കുകയാണ്, പിതാവായ ദൈവത്തെ തീർത്ഥത്തിൽ ആദ്യത്തെ ആൾ പിതാവായ ദൈവത്തെ സ്വീകരിക്കുകയാണ്. പിന്നീട് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ്. അത് ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ് പരിശുദ്ധ കുർബാന. മൂന്നാമതാണ് നമ്മൾ ആത്മാവിനെ സ്വീകരിക്കുന്നത്, കൺഫർമേഷൻ. സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ ആത്മാവിനെ സ്വീകരിക്കും. ത്രിത്വത്തിലെ മൂന്നാമത്തെ ആൾ ആത്മാവിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതെന്നുള്ള ഒരു ചെറിയൊരു പരീക്ഷ നടത്താം. ഇവിടെ ഒരു കുപ്പിയുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, ഇത് ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യന് ദൈവത്തിൽ വിശ്വാസമില്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവനില്ലാത്ത, എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക, ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ ജീവനില്ലാത്ത മനുഷ്യനാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്ത ഒരു മനുഷ്യനാണ് ഇവിടെ. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉള്ളതെന്നറിയാമോ? ഈ ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ആത്മാവ് പ്രവർത്തിക്കുന്ന കാണാൻ പറ്റും. ആത്മാവിൻ്റെ പ്രവർത്തനം, ആത്മാവ് ജോലി എടുക്കുന്ന നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്രിസ്തു പ്രവർത്തിക്കുന്നതെന്ന്. കണ്ട, ആത്മാവ് ഇങ്ങനെ ഉയർന്നു വരാണ്. അതിൻ്റെ ബലത്തിൽ ഈ ചുവന്ന ബലൂൺ ഇങ്ങനെ വീർത്ത് വരെയാണ്. വി ബിക്കം ആക്റ്റീവ് വെൻ വി റിസീവ് ഹോളി സ്പിരിറ്റ്. നമുക്ക് പിന്നെ മടിയോടുകൂടി ഇരിക്കാൻ പറ്റത്തില്ല. വി കനോട്ട് സിറ്റ് ഐഡിൽ.
നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രോങ് ആണ്. ശിഷ്യന്മാരെ പോലെ പിന്നെ ധീരതയോടുകൂടി വാളിൻ്റെ മുന്നിലും കുന്തമുനയുടെ മുന്നിലൊക്കെ ഈശോനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം അവിടെ നിന്ന് കിട്ടിയേ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ സ്പിരിറ്റ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വർക്ക് ഓഫ് ദ സ്പിരിറ്റ്. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഡോർമെൻ്റ് ആണ്, അത് ഉണർത്തുക. അപ്പോഴാണ് ലോകം അത്ഭുതങ്ങൾ കാണുന്നത്. നമ്മളിലൂടെ ആത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കും. സഭ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? സഭ ആത്മാവിൻ്റെ നിറവോടുകൂടി, ആത്മാവാണ് സഭയെ നയിക്കുന്നത്. നമ്മൾ ബൈബിൾ എടുക്കുമ്പോൾ ബൈബിളിൽ 73 പുസ്തകങ്ങളും നമ്മൾ എന്താ പറയുക, ഗോഡ് ഇൻസ്പയർഡ്, ഹോളി സ്പിരിറ്റ് എഴുതിച്ചതാണ് ബൈബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഹോളി സ്പിരിറ്റിൻ്റെ പ്രോംപ്റ്റാണ് ബൈബിൾ. ഹോളി സ്പിരിറ്റ് ഇങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹ്യൂമൻ ഓതേഴ്സിന് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രമേൽ ശക്തമാണ് ആത്മാവിൻ്റെ ഇടപെടൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആത്മാവിൻ്റെ ജോലി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ ജോലി അറിയണം, പുത്രനായ ക്രിസ്തുവിൻ്റെ ജോലി അറിയണം. എന്നാലാണ് ആത്മാവിൻ്റെ ജോലി നമുക്ക് മനസ്സിലാവുള്ളൂ. എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ ജോലി എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക എന്നുള്ള, ലെറ്റ് ഇറ്റ് ബി, ഉണ്ടാവട്ടെ എന്നൊരു കമാൻഡ് പിതാവായ ദൈവം കൊടുക്കുമ്പോൾ പുത്രനായ ക്രിസ്തു എന്താ ചെയ്യണമെന്ന് അറിയാമോ? പുത്രനായ ക്രിസ്തു അത് പെർഫോം ചെയ്യാണ്. ഒരു എക്സാമ്പിൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ സൃഷ്ടികർമ്മം വായിക്കുന്നുണ്ടല്ലോ. സൃഷ്ടികർമ്മം വായിക്കുമ്പോൾ പറയുന്നത് വെളിച്ചം ഉണ്ടാവട്ടെ. ദൈവം ഒരു കമാൻഡ് കൊടുക്കുകയാണ്, അപ്പനൊരു കമാൻഡ് കൊടുക്കുകയാണ്, വെളിച്ചം ഉണ്ടാവട്ടെ. അത് ക്രൈസ്റ്റ് പെർഫോം ചെയ്യാണ്. പക്ഷേ ആക്ച്വൽ ലൈറ്റ് കൊണ്ടുവരുന്ന ആരാ? ആക്ച്വൽ ലൈറ്റ് കൊണ്ടുവരുന്നത് ഹോളി സ്പിരിറ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിൽ പറയാം. ഇപ്പം ഞാനൊരു സ്റ്റുഡിയോയിൽ ഇരിക്കുകയാണ്, ആൻ്റണി അച്ഛനാണ് ക്യാമറ നോക്കുന്നത്. ഇപ്പം ഞാൻ ആൻ്റണി അച്ഛൻ എനിക്ക് ഒരു ലൈറ്റും കൂടി ഇവിടെ വേണം, ഒരു ലൈറ്റും കൂടി ഇടാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ആൻ്റണി അച്ഛൻ, ഞാനപ്പോൾ കമാൻഡ് ചെയ്യണം, ആൻ്റണി അച്ഛൻ ഒരു ലൈറ്റും കൂടി വേണം. ആൻ്റണി അച്ഛൻ അത് പെർഫോം ചെയ്യാണ്, പോയി സ്വിച്ച് ഇടുകയാണ്. അതാണ് യേശു ക്രിസ്തു പെർഫോം ചെയ്യണം, സ്വിച്ച് ഇടുകയാണ്. അപ്പോൾ സ്വിച്ച് ഇട്ടതുകൊണ്ട് മാത്രം കത്തണമെന്നില്ല, ഇലക്ട്രിസിറ്റി വേണം. അപ്പോൾ ഇലക്ട്രിസിറ്റി പവർ ആരാ തരുന്നത്? പവർ തരുന്നതാണ് ഹോളി സ്പിരിറ്റ്. ആൻഡ് ദാറ്റ് ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റാണ് പവർ തരുന്നത്. ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇവിടെ സ്റ്റുഡിയോയിൽ ഇത്ര ലൈറ്റുകളുണ്ട്, ക്യാമറ ഉണ്ട്, എല്ലാ കാര്യമുണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലോ ഞാൻ ഇരുട്ടത്തിരിക്കേണ്ടി വരും. എത്ര എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, എത്ര ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വി നീഡ് ഇലക്ട്രിസിറ്റി, വി നീഡ് പവർ, ആൻഡ് ദാറ്റ് ഈസ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഹോളി സ്പിരിറ്റ് എന്ന് പവർ എന്നല്ല ഞാൻ പറയുന്നത്. ഹോളി സ്പിരിറ്റ് ചില കുട്ടികളോട് ചോദിക്കുമ്പോൾ പറയും ഹോളി സ്പിരിറ്റ് പവറാണ്, പേഴ്സണാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഹോളി സ്പിരിറ്റ് പവറാന്ന് പറയും. ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് പവർ. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. പവറായിട്ട് നമ്മൾ പറഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്താ അറിയാമോ? പവർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് വെള്ളത്തെ കൺട്രോൾ ചെയ്തല്ലേ നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന, കൈനറ്റിക് എനർജി ഉണ്ടാക്കുന്ന മൂവ്മെൻറ്റിൽ. അപ്പോൾ വെള്ളത്തിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, വായുവിനെ, വിൻഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഗോഡല്ല. ഈ ഹോളി സ്പിരിറ്റ് ഈസ് പവർ എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് പവറിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അത് ഗോഡല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹോളി സ്പിരിറ്റ് പവർ അല്ല, ഹോളി സ്പിരിറ്റ് പേഴ്സൺ ആണ്. നമ്മൾ ഹോളി സ്പിരിറ്റിൻ്റെ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? ത്രിത്വത്തിലെ മൂന്നാമത്തെ ആള്, തേർഡ് പേഴ്സൺ ഇൻ ദ ട്രിനിറ്റി. മൂന്നാമത്തെ പവർ എന്നല്ല പറയും, മൂന്നാമത്തെ പേഴ്സൺ ആണ്. നമ്മൾ എങ്ങനെയാണ് ഈശോയെ കാണുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ആത്മാവിനെ കാണേണ്ടത്. ആത്മാവിന് ശരീരമുണ്ട്, ആത്മാവിന് ബുദ്ധിയുണ്ട്, ആത്മാവിന് വേർതിരിച്ചറിയാനുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ആത്മാവിനെ കാണുന്നത്. ഈ ഫൊഗോട്ടൻ ഗോഡ് എന്നാണ് ആത്മാവിനെ കുറിച്ച് പറയുക. കാരണം നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ വെറുതെ ഒരു പവറായിട്ട് മാറ്റി നിർത്തിയേക്കാണ്. തെറ്റാണ്. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിനെ പോലെ തന്നെ ഒരു പേഴ്സണാണ്. അങ്ങനെ ഒരു പേഴ്സണായിട്ട് നമ്മൾ ആത്മാവിനെ സ്വീകരിക്കണം. ആത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ കുർബാന തുടങ്ങുമല്ലോ, പിതാവിനും പുത്രനും പറഞ്ഞ് കുർബാന തുടങ്ങുമ്പോൾ അതിലെന്താ പറയുന്നത്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ ഗ്രേസും കൃപയും പിന്നെ പരിശുദ്ധമായ ദൈവത്തിൻ്റെ സംസർഗവും, ഫെല്ലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് കൂട്ടാണ്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഫ്രണ്ടാണ് ആത്മാവ്. ഏറ്റവും വലിയ ഫ്രണ്ടാണ് ആത്മാവ്. നമുക്ക് ഒരു നല്ലൊരു പുസ്തകമുണ്ട്, ബെന്നിയൻ്റെ ഒരു നല്ല പുസ്തകമുണ്ട്. അതിൻ്റെ പേര് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്നാണ്. ബെന്നിയൻ ആത്മാവിന് എപ്പോഴും മോർണിംഗിൽ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനോട് സംസാരിക്കില്ല, അതുപോലെ വിഷ് ചെയ്തിട്ട് ഓരോ ദിവസം തുടങ്ങണം. നിങ്ങളും അതുപോലെ ആത്മാവിനെ തിരിച്ചറിയണം. ആത്മാവ് ഉള്ളിലുണ്ട്, ദൈവദത്തമായ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ആലയമാണ് നമ്മൾ. ഈ ആത്മാവിനെ നമ്മൾ ഉണർത്തേണ്ടത്. നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം ആത്മാവിനോട്. ആത്മാവിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആത്മാവ് എന്ന് പറയുന്നത് കംഫേർട്ടാണ്. നമുക്ക് സഹായകനാണ്, നമുക്ക് ഹെൽപ്പറാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നവനാണ്. നിങ്ങളെ വീണ്ടും ഞാൻ പഠിപ്പിച്ച കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് ഞാൻ ആത്മാവിനെ തരുമെന്ന് ഈശോ പറയാം. അപ്പോൾ നമ്മുടെ മെമ്മറി പവർ, നമ്മുടെ ഇൻ്റലക്റ്റ്, നമ്മുടെ വിസ്ഡം, ദിസ് ഈസ് ഹോളി സ്പിരിറ്റ്. നമ്മൾ പഠിക്കണ കുട്ടികളല്ലേ, നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ആത്മാവിൻ്റെ അനുഗ്രഹമാണ്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്കാരാണ്.
ആത്മാവിൻ്റെ ദാനങ്ങൾ എത്രയുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കണം. ആത്മാവിൻ്റെ ഫലങ്ങൾ എത്രയുണ്ട്, അത് ഏതൊക്കെയാണ് നോക്കണം. ഗലേഷ്യൻസ് 5:22 നമ്മളത് കാണുന്നത്. ആത്മാവിൻ്റെ ഫലങ്ങൾ എത്ര, ആത്മാവിൻ്റെ ദാനങ്ങൾ എത്ര, അത് ഏതൊക്കെയാണ്, അത് അറിയണം. അതറിഞ്ഞുകൊണ്ട് നമ്മൾ ആത്മാവിനെ സ്വീകരിക്കണം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സഭയുടെ ഹാപ്പി ബർത്ത്ഡേ. അതോടൊപ്പം തന്നെ ഹോളി സ്പിരിറ്റിൻ്റെ പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഹാവ് എ ഹാപ്പി പെന്തക്കോസ്റ്റ് സൺഡേ.